ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി. ഹാജിമാർ ഇനി അവർക്ക് ബാക്കി അവിടെയുള്ള ദിവസങ്ങൾ ഇരു ഹറമുകളിലുമായി കഴിച്ചുകൂട്ടി. ചില നാടുകളിലേക്കെല്ലാമുള്ള ഹാജിമാർ തിരിച്ചു പോകുന്ന തിരക്കിലൊക്കെയാണ്. ഏതായാലും പരിശുദ്ധ ഇസ്ലാം ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിയുന്ന ആളുകൾ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മബ്റൂറായ പുണ്യകരമായൊരു ഹജ്ജിൻ്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ വിഷയം നമ്മൾ മിമ്പറിൽ തന്നെ പറഞ്ഞതാണ്. ഹജ്ജിൻ്റെ എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അന്തിമമായ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗം നേടുക എന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലക്ഷ്യവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് പോലും പണിയെടുക്കുന്നത് പോലും അതിനു വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ വജ്ഹിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ തടസ്സമായി നിൽക്കുന്ന 3 തടസ്സങ്ങളെ കുറിച്ചാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ 3 തടസ്സങ്ങളെ കുറിച്ച് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. കാരണം അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ തടസ്സങ്ങൾ നമ്മെ സ്വർഗത്തെ തടയാൻ സാധ്യതയുണ്ട്. നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിൽ നിന്ന് ആ തടസ്സങ്ങൾ നമ്മെ വിലക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും 3 തടസ്സങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് മനുഷ്യനെ, മുഅ്മിനിനെ ബാധിക്കുക. അതിലൊന്നാമത്തത് 3 ഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഷീൻ, സീൻ, ഷീൻ, 3 ഷാ എന്ന അക്ഷരത്തിന്റെ 3 ഭാഗങ്ങൾ അതിന് വേണമെങ്കിൽ അതിനെ നമുക്ക് പറയാം. അതിലൊന്നാമത്തത് നമ്മളൊക്കെ ഒരുപാട് സംസാരിക്കാറുള്ള, ഒരുപാട് മുന്നറിയിപ്പ് നൽകാറുള്ള അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, തൗഹീദ് നഷ്ടപ്പെട്ടു പോകലാണ്. ഒരു മനുഷ്യൻ എത്ര നന്മ ചെയ്താലും എത്ര സുഹൃതങ്ങൾ ചെയ്താലും അവൻ്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ എല്ലാ അമലും ബാത്തിലായിപ്പോയി. നമ്മൾ സാധാരണ പറയാറുണ്ട്, സലഫി മിമ്പറുകളിൽ എന്തിനാണ് ഇത്രയധികം ശിർക്കിനെ കുറിച്ച് പറയുന്നത്, എന്തിനാണ് തൗഹീദ് ഇത്രമാത്രം പറയുന്നത്, വേറെ എന്തെല്ലാം വിഷയങ്ങൾ പറയാനുണ്ട്. ശരിയാണ്, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്, ഒരുപാട് പാപങ്ങൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പാപങ്ങളെക്കാൾ എല്ലാം വലുത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. വമ്പിച്ച അക്രമം എന്ന് പറയുന്നത് ഷിർക്കാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നുവോ അവൻ അള്ളാഹു സ്വർഗം ഹറാമാക്കിയെന്നാണ്, നിഷിദ്ധമാക്കിയെന്നാണ് പറയുന്നത്. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ചില ആളുകൾ ദുനിയാവിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കഷ്ടപ്പാടാണ് അവർക്ക്. ഉറങ്ങുന്നില്ല, മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, മര്യാദയ്ക്ക് കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കുന്നില്ല, സമൂഹത്തിന് വേണ്ടി അങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കാൻ, പൊതുപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കാൻ, ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെടാൻ, അവർക്ക് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി, അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി, അവർക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി, ചാരിറ്റി പ്രവർത്തനങ്ങളായി, പാലിയേറ്റീവ് പ്രവർത്തനങ്ങളായി, ഇതൊന്നും നല്ലതല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഈ പ്രവർത്തനത്തിന്റെ കൂടെ നമുക്ക് തൗഹീദ് ഇല്ല എങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു. അതായത് ദുനിയാവിൽ കിട്ടും. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ദുനിയാവിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ സാധാരണ പറയാറുണ്ട്, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കാൻ എന്തെങ്കിലും ചില നല്ല കാര്യങ്ങളൊക്കെ വേണ്ടേ, അതവർക്ക് കിട്ടും, ഒരു സംശയമില്ല. അവര് പ്രവർത്തിച്ചതിന്, അവർ ദാനം കൊടുത്തതിന്, അവരെ പരിശ്രമിച്ചതിന്, കഷ്ടപ്പെട്ടതിന് സൽപ്പേര് പടച്ചോ നന്നായിട്ട് കൊടുക്കും. കാരണം അള്ളാഹു ദാലിമല്ല, അള്ളാഹു ഒരിക്കലും ദുൽമ ചെയ്യൂല. പക്ഷെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ബാക്കിയാവുകയില്ല എന്നാണ് ശിർക്കിനെ സംബന്ധിച്ച് പഠിപ്പിച്ചെടുത്ത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ശിർക്കാണ്. രണ്ടാമത്തെ വിഷയം എന്താണ്? അതേ അക്ഷരത്തിൽ തന്നെ തുടങ്ങുന്ന ശൈത്താനാണ് നമ്മെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന രണ്ടാമത്തെ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഇസ്രാഇന്റെ 64-ാമത്തെ ആയത്തിൽ അല്ലാഹു 64-65 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ കുറിച്ച് വളരെ വ്യക്തമായി എന്തൊക്കെയാണ് അവൻ ചെയ്യാൻ പോകുന്നത്, പ്രവർത്തിക്കാൻ പോകുന്നത് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പിശാചിനോട് പറയാണ്, എന്താണ്? വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ അലൈഹിം ബിഖൈലിക വറജ്ലിക. അവരിൽ നിന്ന് നിനക്ക് കഴിയുന്ന ആളുകളെ നീ ഇളക്കി വിട്ടുകൊള്ളുക. നിന്റെ ശബ്ദം കൊണ്ട്, നിന്റെ വിളിയാളം കൊണ്ട്, നിന്റെ ക്ഷണം കൊണ്ട് അവരിൽ നിന്ന് നിനക്ക് പറ്റുന്ന ആളുകളെ നീ ഇളക്കി വിട്ടുകൊള്ളുക. എന്നിട്ട് അവരിലേക്ക് നിന്റെ കാലാൾപ്പടയെയും നിന്റെ കുതിരപ്പടയെയും പറഞ്ഞയച്ചുകൊള്ളുക. എന്നിട്ട് അവരുടെ സമ്പത്തിലും അവരുടെ സന്താനങ്ങളിലും പങ്കെടുത്തുകൊള്ളുക. അവർ അതിൽ നിന്ന് നിന്റെ പങ്ക് നീ സ്വീകരിച്ചുകൊള്ളുക. എന്നിട്ട് അവർക്ക് വാഗ്ദാനം നൽകുകയും ചെയ്യുക.
ഇല്ലാ ഗുറൂറാ. പിശാചിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്, പിശാചിന്റെ വഅദ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ വഞ്ചനയല്ലാതെ മറ്റൊന്നുമല്ല. എന്നിട്ടുള്ള പറയുകയാണ്, ഇബ്ലീസിനോട് പറയുകയാണ്, ശൈത്താനോട് പറയുകയാണ്, ഇന്ന ഇബാദി, നിശ്ചയം എന്റെ അടിമകളുണ്ടല്ലോ, എന്റെ അടിയാറുകളുണ്ടല്ലോ, ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരിൽ നിനക്കൊരു അധികാരവുമില്ല കേട്ടോ, അവരിൽ നിനക്കൊരു സ്വാധീന ശക്തിയുമില്ല. അവരെ നിനക്ക് പാട്ടിലാക്കാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാബീൻ, തോന്നിയവാസിയായ രീതിയിൽ നിന്നെ പിൻപറ്റുന്നവരിലല്ലാതെ നിനക്ക് അധികാരമില്ല, നിനക്ക് സ്വാധീന ശക്തിയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. എത്ര വ്യക്തമായിട്ടാണ് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ പിശാചിന് കൊടുത്ത അധികാരങ്ങളെ കുറിച്ച് സംസാരിച്ചത്, പിശാചിന് കൊടുത്ത സ്വാധീന ശക്തിയെ കുറിച്ച് സംസാരിച്ചത്. ഈ സ്വാധീന ശക്തി, പിശാചിന്റെ ഈ വിളിയാളത്തെ കുറിച്ച്, പിശാചിന്റെ ഈ ശബ്ദത്തെ കുറിച്ച് എപ്പോഴാണ് നമുക്ക് കൃത്യമായി മനസ്സിലാകുക? പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ വെച്ച് ശൈത്താൻ നടത്തുന്ന ഒരു സംസാരത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഈ സംസാരം സൂറത്ത് ഇബ്രാഹിമിലെ ഈ ആയത്തും അതുപോലെ തന്നെ ഞാൻ ഓതിവെച്ച സൂറത്ത് ഇസ്രായിലെ ഈ ആയത്തും തമ്മിൽ ഒരുമിച്ച് വായിക്കാൻ കഴിയണം. ഈ രണ്ട് ആയത്തുകളും തമ്മിൽ ഒരുമിച്ചെടുത്തുകൊണ്ട് അതിന്റെ അർത്ഥങ്ങൾ വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോവും, നമ്മൾ പേടിച്ചു പോകും. എന്താ ശൈത്താൻ അവിടെ നിന്ന് പറയുന്നത്, നരകത്ത് നിന്ന് പറയുന്നത്? വഖാല ശൈത്താൻ, ഇബ്ലീസ് പറയുകയാണ്, ഇന്നല്ലാഹ ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു, അല്ലാഹുവിന്റെ വാഗ്ദാനം പുലരുകയും ചെയ്തിരിക്കുന്നു. വവഅദ്തുകും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. ഫഅഖ്ലഫ്തുകും, ഞാൻ ഇതാ ലംഘിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, സൂറത്ത് ഇസ്രായിലിന്റെ ആയത്തിലേക്ക് ഒന്ന് നോക്ക്. അല്ലാഹു എന്താ ഇബ്ലീസിന് കൊടുത്ത അനുമതി? വഇദുഹും, നീ വാഗ്ദാനം കൊടുക്കുക, നീ വാഴ കൊടുക്കുക. ഇബ്ലീസ് എന്താ അവിടെ പറയുന്നത്? വവഅദ്തുകും, അല്ലാഹ് എനിക്ക് അനുവാദം നൽകിയതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. ഒട്ടനവധി വാഗ്ദാനങ്ങൾ നൽകി. പിശാച് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ലിബറലിസം പിശാചിന്റെ വാഗ്ദാനമാണ്, LGBTQ ആക്ടിവിസം പിശാചിന്റെ വാഗ്ദാനമാണ്, ഷിർക്ക് പിശാചിന്റെ വാഗ്ദാനമാണ്, ബിദ്അത്ത് പിശാചിന്റെ വാഗ്ദാനമാണ്. ഈ പറയുന്ന വാഗ്ദാനങ്ങളിലൂടെയാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള മോചനം എന്നവനെ പറഞ്ഞു പറ്റിക്കുന്നതിലാണ് പിശാചിന്റെ വിജയം, ഇബ്ലീസിന്റെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വാഗ്ദാനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മുടെ ഉപ്പാപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം തൊട്ട് തുടങ്ങിയതാണ് ഈ വാഗ്ദാനം. ഈ വാഗ്ദാനം എങ്ങനെയാണ് അവൻ തുടങ്ങിയത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹവ്വാ ബീവിയോടും ഒരു മരത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോ ഇബ്ലീസ് എന്നിട്ട് എന്താ പറഞ്ഞത്? وقال ما نهاكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. ആദമേ ഹവ്വ, നിങ്ങൾ രണ്ടാളെയും ഈ മരത്തിന്റെ അടുത്തേക്ക് പടച്ചോൻ പോണ്ടാന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയോ? ഇല്ല അൻ തകൂന മലക്കൈൻ, ആ മരത്തിന്റെ അടുത്ത് പോയി അതിന്റെ കായ് നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് മാലാഖമാരായി തീരും. ഇല്ല അൻ തകൂന മലക്കൈൻ ഔ തകൂന മിനൽ ഖാലിദീൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല, പടച്ചോനെ പോലെ നിങ്ങളും മരിക്കാതെ നിൽക്കും. അതുകൊണ്ടാണ് ആ മരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞത് എന്ന് ഇബ്ലീസ് വന്ന് വാഗ്ദാനം ചെയ്യാൻ. അതെന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? ഈ മരത്തിന്റെ കായ് നിങ്ങൾ പറിച്ചു തിന്നാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും മരണം സംഭവിക്കൂല, നിങ്ങൾ രണ്ട് മാലാഖമാരാവുകയും ചെയ്യുമെന്ന് ഇബ്ലീസ് ആ വാഗ്ദാനം അന്ന് തുടങ്ങിയതാണ്. എന്നിട്ട് ഇബ്ലീസ് എന്ത് പറഞ്ഞു? വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. ഇബ്ലീസ് അവർ രണ്ടാളും സത്യം ചെയ്തു. എന്താ സത്യം ചെയ്തത്? ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളെ ഗുണകാംക്ഷിയാണ് കേട്ടോ, നിങ്ങളെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ അത് പറിച്ചു തന്നു. രണ്ട് വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. ഇനി ആദം നബിയുടെ കാലഘട്ടം കഴിഞ്ഞ് നേരെ 2024 വന്നു നോക്കുക. 2024 ജൂൺ മാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് പിശാച് കൊടുക്കുന്നത്? ഒന്ന്, മനുഷ്യന്റെ ആത്യന്തികമായ മോചനം, മനുഷ്യന്റെ ആത്യന്തികമായ പുരോഗമനത്തിന്റെ പാരമ്യം. ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ ഏതിലൂടെ സാധിക്കുള്ളൂ? ലിബറലിസത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഒരു പെണ്ണ് സ്വതന്ത്ര എന്ന് പറയണമെങ്കിൽ, അവൾ പുരോഗമനക്കാരി എന്ന് പറയണമെങ്കിൽ, അവളുടെ ശരീരത്തിന്റെ നഗ്നത മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ അവൾ തയ്യാറായാൽ മാത്രമേ അവൾ സ്വതന്ത്രയാവുന്നുള്ളൂ. അവർ പുരോഗമനം നേടിയ ആളാവണമെങ്കിൽ ഇത് ചെയ്യണവൾ. എന്നാൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പർദ്ദയിട്ട് നിക്കാബിട്ട് നടക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് പിന്തിരിപ്പംകാരിയാണ്. ആ പെണ്ണ് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ മതത്തിനെ വഹിക്കുന്ന ആളാണ് എന്നാണ് പൊതുബോധം എന്ന് നിലക്കുന്നത്. അപ്പൊ പിശാച് വാഗ്ദാനം ചെയ്യാൻ, ഇതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മോചനം, ഇതാണ് യഥാർത്ഥത്തിലുള്ള പുരോഗമനം, ഇതാണ് മനുഷ്യൻ രക്ഷപ്പെടാനുള്ള യഥാർത്ഥത്തിലുള്ള മാർഗം. അല്ലാണ്ട് മതമല്ല. മതം എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കാനുള്ളതാണ്, മനുഷ്യനെ തമ്മിലടിപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു വാഗ്ദാനം ചെയ്യാൻ. എന്നിട്ട് അവർ ഇട്ടിരിക്കുന്ന പരിവേഷം ഏതാണ്? മനുഷ്യകുലത്തിന്റെ വിമോചകർ, ഞങ്ങളാണ് മനുഷ്യകുലത്തിന്റെ യഥാർത്ഥ വിമോചകർ എന്ന ആ കുപ്പായവും ഇട്ടിട്ട് ഈ പൊള്ള വാഗ്ദാനങ്ങൾ നൽകി ഇന്നും മനുഷ്യരെ ഇങ്ങനെ വഴിപിഴപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാരുടെ ശബ്ദമാണ്? ഇത് പിശാചിന്റെ ശബ്ദമാണ്, ഇത് ശൈത്താന്റെ ശബ്ദമാണ്. നമ്മൾ ഈ കാണുന്ന മ്യൂസിക്കുകളാകട്ടെ, പാട്ടുകളാകട്ടെ, സിനിമകളാകട്ടെ, സീരിയലുകളാകട്ടെ, റീൽസുകളാകട്ടെ, റിയാലിറ്റി ഷോകളാകട്ടെ, ഇന്റർനെറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ വലവിരിച്ച് കാത്തു നിൽക്കുന്ന സകലതും പിശാചിന്റെ ശബ്ദമാണ്.
അവനെ നമ്മെ പാട്ടിലാക്കാൻ വേണ്ടി അള്ളാഹു അവൻ അനുമതി കൊടുത്ത ശബ്ദമാണ്, അവന്റെ വലകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവനത് അവിടെ വെച്ച് പറയുന്നു, ഞാനിതാ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി, ഞാനത് ലംഘിക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ അവിടെ വെച്ച് നടത്തുന്ന ഒരു സമ്മതമുണ്ട്. എന്താണ് സമ്മതം എന്നറിയോ? ഖുർആൻ പറയാൻ, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅഉതുകും, എനിക്ക് നിങ്ങളിൽ ഒരു അധികാരവും ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ഇബ്ലീസിനോട് പറഞ്ഞത് എന്താണ്? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എന്റെ അടിമകളിൽ നിനക്ക് ഒരു തരത്തിലുള്ള അധികാരവുമില്ല. അത് പിശാച് നരകത്തിൽ വെച്ച് സമ്മതിക്കുകയാണ്. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളിൽ ഒരു അധികാരവുമില്ല. ഇല്ലാ അൻ ദഅഉതുകും, നിങ്ങളെ വിളിക്കുക എന്നതല്ലാതെ. നിങ്ങളെ വിളിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു, തെറ്റിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, മദ്യപാനത്തിലേക്ക്, ശിർക്കിലേക്കെല്ലാം വിളിക്കാനുള്ള സമ്മതം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളിൽ ഒരു അധികാരവും റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടില്ല എന്ന് കൃത്യമായി പിശാച് അവിടെ പറഞ്ഞു വെക്കാണ്. എന്നിട്ട് ഇബ്ലീസ് പറയുന്നു, ഫസ്തജബതും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി, നിങ്ങൾ എനിക്ക് മറുപടി നൽകി. ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് പിശാച് കഴിയുന്ന രംഗമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം സ്വർഗത്തിലേക്ക് പോകാനുള്ള നമ്മുടെ രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് ശൈത്താനാണ്. നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലെ മൂന്നാമത്തെ തടസ്സം നമ്മൾ തന്നെയാണ്, നമ്മുടെ ഷഹവാത്തുകളാണ്. ഒട്ടനവധി ഷഹവാത്തുകളാൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നുണ്ട്, സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ഷഹവാത്ത്, ഷഹവാത്തുകളോടുള്ള ഇഷ്ടം മനുഷ്യന് വലിയ അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഷഹവാത്ത് എന്ന് അള്ളാഹു പറയാണ്? മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. ഒന്നാമത്തേത് പെണ്ണാണ്, സമ്പത്താണ്, സന്താനങ്ങളാണ്, വാഹനങ്ങളാണ്. ഇവിടെ അള്ളാഹു തുടങ്ങും തന്നെ നിസാ എന്ന് പറഞ്ഞിട്ടാണ്. നിസാ എന്നാൽ സ്ത്രീകൾ എന്ന് മാത്രമല്ല അവിടെ അർത്ഥം, ലൈംഗികത എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്റെ ശാരീരിക ഇച്ഛ എന്നതുകൊണ്ടാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന പ്രായഭേദമന്യേ, പ്രായ വ്യത്യാസമില്ലാതെ ആണും പെണ്ണും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മാർഗം ഇതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ. 40-ഉം 50-ഉം കഴിഞ്ഞ വീട്ടമ്മമാര് പോലും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. അവർ പഴയ കാലത്ത് പഠിച്ച പ്രീ ഡിഗ്രിക്കും 10ാം ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ച ആ ആളുകളുമായി ഒരുമിച്ച് പിന്നെ ഓൾഡ് സ്റ്റുഡൻസ് ഗ്യാതറിങ്ങിലൂടെയൊക്കെ പഴയ ബന്ധങ്ങളൊക്കെ പുതുക്കി. കണ്ണൂർ ജില്ലയിലൊക്കെ ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ, എത്ര ഒളിച്ചോട്ടങ്ങളാണ്, എത്ര കുടുംബമാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ മനുഷ്യനെ ബാധിക്കുന്ന ഒരു രോഗം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരത്തെ അത്രമാത്രം സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. ഖുർആൻ വ്യഭിചാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. വലാ തഖറബുസ് സിന, സിനയിലേക്ക് അടുക്കരുതെന്നാണ് പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അതിന് സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ആ സാഹചര്യത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് നമ്മുടെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ മക്കളുടെ വിഷയത്തിലും പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പഠനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, പഠിക്കാനുള്ള ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, പഠിക്കാനുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, പഠിക്കാനുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ വ്യഭിചാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് വേണം നമ്മൾ ആ സ്ഥലങ്ങളും ആ ക്യാമ്പസും ആ കോഴ്സും തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ അതിനവർക്ക് വഴിവെച്ച് കൊടുക്കുന്നത് പോലെ ആയിപ്പോവും. നമ്മൾ മനസ്സിലാക്കണം കൃത്യമായിട്ട്. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അടുത്ത തലമുറയാണവർ. കുറച്ചൊക്കെ അവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു വഴിയിലേക്ക് വഴിയിൽ നിന്ന് അവരെ തടഞ്ഞു വെക്കുക എന്നത് മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഷഹവാത്തുകളാണ് സ്വർഗത്തിൽ നിന്ന് നമ്മെ തടയുന്ന ഏറ്റവും വലിയ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ തന്നെയാണ് നമ്മൾ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ തന്നെയാണ് നമ്മൾ സ്വർഗത്തിൽ നിന്ന് പിറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ യജമാനന്റെ ഭാര്യ അവസാനം കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ആ കുറ്റസമ്മതം നടത്തിയിട്ട് അവർ പറയുന്ന ഒരു വാക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നത് എന്താണ്? വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, ഞാൻ എൻ്റെ ശരീരത്തെ, ഞാൻ എൻ്റെ സ്വന്തത്തെ വലിയ നന്മവൽക്കരിക്കുന്നൊന്നുമില്ല. ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, എല്ലാ നഫ്സുകളും എല്ലാ ശരീരങ്ങളും തെറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കും, തെറ്റിലേക്ക് ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും, പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അവർ അന്ന് രാജാവിന്റെ മുന്നിൽ കുറ്റസമ്മതം നടത്തുന്ന സമയത്ത് പറഞ്ഞതാണ്. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർക്ക് മനസ്സിലായതാണ്, തിരിച്ചറിഞ്ഞതാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട്, ഷിർക്കാകുന്ന വലിയ പാതകത്തെ മറികടന്ന്, പിശാചാകുന്ന വലിയ പ്രലോഭന ശക്തിയെ മറികടന്നുകൊണ്ട്, ഷഹവാത്താകുന്ന വലിയ തടസ്സത്തെ മറികടന്നുകൊണ്ട്, നമ്മുടെ ഉമ്മയും വാപ്പയും ദുനിയാവിലേക്ക് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ട തറവാട്ടിലേക്ക്, ആ സുന്ദരമായ സ്വർഗത്തിന്റെ പറുദീസയിലേക്ക് തിരിച്ചു പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ഖുതുബയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഒന്നാമത്തേത്, നമ്മുടെ ഈ പള്ളിയുടെ സ്ഥിരം സാന്നിധ്യമായ ചില മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളിൽ ഒരു മുഖം ഇന്ന് നമ്മുടെ കൂടെയില്ല. നമ്മുടെ അസീസ്ക 5 വക്തും കൃത്യമായി പള്ളിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മുടെ ഈ പള്ളിയുടെ ഒരു കാരണവർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. എൻ്റെ ഓർമ്മയിൽ ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത് തൊട്ട് ഞാനിവിടെ ഖുതുബ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഖുതുബകൾ വളരെ അപൂർവം, എൻ്റെ ഓർമ്മയിലില്ല, വളരെ അപൂർവമാണ്. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മയും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികവും പറയാറുണ്ട്, പല ഖുതുബകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മരണത്തിന് ശേഷം ചില സ്ഥലങ്ങളിൽ ശൂന്യത ഉണ്ടാവും. ആ ശൂന്യത യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് വിളിച്ചറിയിക്കുന്നതാണ്. ചില ആളുടെ ശൂന്യത ചില ക്ലബ്ബുകളിലായിരിക്കും, ചിലവരുടെ ശൂന്യത ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളിലായിരിക്കും, ചിലവരുടെ ശൂന്യത അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലായിരിക്കും. അത് അവർക്കുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. അതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് വേറെ കിട്ടാനില്ല. 5 വക്ത് കൃത്യമായി പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന, പള്ളിയിൽ 1-ാമത്തെ സഫിൽ കൃത്യമായി ഉണ്ടാവുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ആ സ്ഥലം അവിടെ ഒഴിഞ്ഞു കിടക്കും, ശൂന്യമായി കിടക്കും. റബ്ബിൻ്റെ കൊട്ടാരത്തിൽ അള്ളാഹുവിൻ്റെ വീട്ടിലുള്ള ആ ശൂന്യത ഉണ്ടല്ലോ, അതിനേക്കാൾ വലുത് വേറൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നാം സമ്പന്നമാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. നമ്മെ ആളുകൾ ഓർക്കേണ്ടത് 5 വക്ത് നിസ്കാരത്തിന് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ജുമാക്ക് വരുമ്പോഴാണ്, ആ പള്ളി കാണുമ്പോഴാണ് ആളുകൾ നമ്മെ ഓർക്കേണ്ടത്. അങ്ങനൊരു മരണം, അങ്ങനെ ഒരു വിടവാങ്ങൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ഇനിയും ഈ പള്ളിയുടെ മുഖങ്ങളായ കാരണവർമാർ നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരില്ലാതിരിക്കുക എന്നത് വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ വലിയൊരു സംരംഭമായി, വലിയൊരു കാൽവെപ്പുമായി ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാൻ ഈ ഞായറാഴ്ച 23-ാം തീയതിയാണ് നമ്മുടെ ദാറുൽ ബയ്യീനയുടെ ഉദ്ഘാടനം. നമ്മുടെ ഈ പ്രദേശത്തുകാർ എത്രത്തോളം ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയില്ല, പക്ഷേ കേരളം മുഴുവൻ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഇസ്ലാഹി രംഗങ്ങൾ മുഴുവൻ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ അങ്ങനെ സംരംഭം വരുമ്പോൾ നമ്മുടെ ഈ പള്ളിയുമായി കെട്ടിപ്പണഞ്ഞു നിൽക്കുന്ന, നമ്മുടെ പള്ളിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മോടൊപ്പം ഉണ്ടാകുക എന്നത് വലിയ ഒരു സന്തോഷവും സമാധാനവുമാണ്. അങ്ങനെ ചില ആളുകൾ ഇല്ലാതാവുക എന്നത് വലിയ വേദനയുമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം അതിൻ്റെ നടത്തിപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പുണ്യത്തിൻ്റെ ഒരു പങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവർക്ക് നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഈ സ്ഥാപനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാനും ചില ഹാഫിദീങ്ങളെയും ഏതാനും ചില ആലിമീങ്ങളെയും പുറത്തിറക്കുക എന്നതല്ല. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്കും ലോകത്തിൻ്റെ 8 ദിക്കുകളിലേക്കും ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ഇറങ്ങുന്ന അത്യുജ്വല പ്രതിഭകളെയും പണ്ഡിതന്മാരെയും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അതിന് പറ്റിയ കുട്ടികളെയാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അതിന് പറ്റിയ അധ്യാപകരെയാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഇനി വേണ്ടത് നിങ്ങളുടെ സഹകരണമാണ്. ഇത് നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായി കണ്ട് ഇതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും സജീവമാകുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളിൽ ഈ ഇരിക്കുന്ന ഒരാൾ പോലും ഒഴിയാതെ ഞായറാഴ്ച ദിവസം നിങ്ങൾ ആ ഉദ്ഘാടന ചടങ്ങിൽ വന്നെത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മോട് സംവദിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട MM അക്ബറാണ്. പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ബാംഗ്ലൂർ കുല്യത്തുൽ ഹദീസിൻ്റെ മുദരിസ്, വലിയ പണ്ഡിതനാണ്, അൽ ഹദീസിൻ്റെ അറിയപ്പെട്ട പണ്ഡിതനാണ്. അബ്ദുൽ ഹസീബ് മദനിയാണ് അടുത്തതായി ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എത്തുക, നിങ്ങളുടെ കുടുംബക്കാരെയും പരിചയക്കാരെയും മുഴുവൻ ഇവിടെ എത്തിക്കുക. തുടർന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ജൂൺ 30-ാം തീയതി ഇത് ഓപ്പൺ ആവും. കുട്ടികളൊക്കെ ഇതിലേക്ക് സ്ഥാപനത്തിലേക്ക് വരും, ഇവിടെയുള്ള പഠനങ്ങൾ തുടങ്ങും. ദാറുൽ ബയ്യീനയുടെ വാതിൽ എപ്പോഴും നാട്ടുകാർക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടാവും. ഏത് വിഷയത്തിലും സുതാര്യമായിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് കടന്നു വരാം, ഏത് പ്രവർത്തനത്തിലും നിങ്ങൾക്ക് പങ്കാളികളാകാം. അതിലേറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഇത്
നിങ്ങളുടെ സ്ഥാപനമായി ഏറ്റെടുക്കണം. നാളെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ള ലോകത്തിൻ്റെ വാഗ്ദാനമായി ഈ സ്ഥാപനം മാറണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, പരിശ്രമിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകളെല്ലാം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കർമ്മങ്ങളും നമ്മുടെ ഈ പരിശ്രമങ്ങളും നമ്മുടെ ഈ അധ്വാനങ്ങളും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ദാറുൽ ബയ്യിനയെ ഉയർന്നു പറക്കുന്ന ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിപ്പെടുന്ന ഒട്ടനവധി നേതാക്കന്മാരെ സമ്മാനിക്കാൻ കഴിയുന്ന വലിയ സ്ഥാപനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഉയർത്തട്ടെ, വളർത്തട്ടെ. വരുന്ന നൂറ്റാണ്ടിലെ ഇസ്ലാമിൻ്റെ പ്രഭാവത്തിൻ്റെ കാരണമായി വർത്തിക്കാൻ നമ്മുടെ ഈ ഒന്നാമത്തെ ബാച്ചുകാരായ കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതിനെ അവരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ അധ്യാപകരുടെ കരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തി പകരട്ടെ. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ, അതിൻ്റെ പിന്നിലെ കമ്മിറ്റിക്കും അതിൻ്റെ ബോർഡിനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹവും എല്ലാ ആശിസ്സുകളും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുമാറാകട്ടെ. റബ്ബേ, ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. ഈ സ്ഥാപനത്തെ നീ സ്വീകരിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണേ അല്ലാ. ഇതിൻ്റെ അവസാനത്തെ ലക്ഷ്യം വരെ ഇതിൻ്റെ കൂടെ നിൽക്കാനും ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ അല്ലാ. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.